Example 6 നമുക്ക് നോക്കാം. Find the volume of the solid generated by the revolution about the x-axis of the loop of the curve y square equal to x square into 3a minus x divided by a plus x. അപ്പോൾ നമുക്കൊരു ചില കർവുകളൊക്കെ തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇത് കർവിൻ്റെ ഫോം എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ പ്രോബ്ലം ചെയ്യാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു revolution about x-axis ആണ്. അപ്പോൾ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവൊല്യൂഷൻ അബൌട്ട് ദ x-axis. എന്താണ് x-axisന് ചുറ്റും കറങ്ങുന്നത്? ലൂപ്പ് ഓഫ് ദി കർവ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കർവ് അത് എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ രണ്ട് പോയിൻറ്റിന് ഇടയ്ക്ക് വരുന്ന അതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അറിയാമല്ലോ ലൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ കർവ് x-ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവണം. അതുകൊണ്ടാണ് അതിവിടെ ലൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ x-ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് ഈക്വൽ ടു 0 കൊടുത്ത് നോക്കണം. കാരണം x-ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ y കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y സ്ക്വയർ ഈക്വൽ ടു 0, y കോർഡിനേറ്റ് 0 എന്ന് y സ്ക്വയർ ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുന്നു. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു 3a മൈനസ് എക്സ് ഡിവൈഡ് ബൈ a പ്ലസ് എക്സ് 0 നമുക്ക് കിട്ടും. അപ്പോൾ ആ പ്രോഡക്റ്റ് 0 ആകണമെങ്കിൽ ഒന്നുകിൽ എക്സ് സ്ക്വയർ 0 ആവണം, അല്ലെങ്കിൽ 3a മൈനസ് എക്സ് 0 ആവണം. അപ്പോൾ എക്സ് സ്ക്വയർ 0 ആവുമെന്ന് പറഞ്ഞാൽ എക്സ് തന്നെ 0 ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0. അതേപോലെ 3a മൈനസ് എക്സ് ഡിവൈഡ് ബൈ a പ്ലസ് എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3a മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും ഇല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ന്യൂമറേറ്റർ നോക്കിയാൽ മതി. ന്യൂമറേറ്റർ എവിടെയൊക്കെ 0 ആവുന്നു? ഒന്ന് എക്സ് ഈക്വൽ ടു 0, പിന്നെ എക്സ് 3a ആവുമ്പോൾ 3a മൈനസ് എക്സ് എന്താവും? 0 ആവും. അപ്പോൾ ഒരു ലൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് ദ ലൂപ്പ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 3. അതിൻ്റെ ലൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 0നും എക്സ് ഈക്വൽ ടു 3aനും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 3aയും ആണ്. ദെയർ ഫോർ വി ഈസ് ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 ടു 3a y സ്ക്വയർ dx ആണ് നമ്മുടെ ഫോർമുല. ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 ടു 3a എക്സ് സ്ക്വയർ ഇൻറ്റു 3a മൈനസ് എക്സ് ഡിവൈഡ് ബൈ a പ്ലസ് എക്സ് dx. ഇനി എക്സ് സ്ക്വയർ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് എക്സ് ക്യൂബ് ആദ്യം എഴുതി. ഇനി ഇതിനെ നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3a എക്സ് സ്ക്വയറിനെ എക്സ് പ്ലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആ കിട്ടിയതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4ax മൈനസ് 4a സ്ക്വയർ പ്ലസ് 4a ക്യൂബാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 4a ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. ദെയർ ഫോർ വി ഈസ് ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 ടു 3a കിട്ടിയത് എഴുതുന്നു dx ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രലിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ അകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റ് കൂടെ കൊടുക്കുന്നു. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ 7. ഡിറൈവ് ദ ഫോർമുല ഫോർ ദ വോളിയം ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ. എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ക്യാൻ ബി ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദി അപ്പർ സെമി സർക്കുലർ ഡിസ്ക് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അബൌട്ട് ദി എക്സ് ആക്സിസ്. Since the upper half of this circle is the graph of y is equal to r of x equal to root of r square minus x square, it follows that the volume of the sphere is v is equal to integral a to b pi r of x square dx equal to integral minus r to r pi r square minus x square into dx. അപ്പോൾ നോക്കൂ, നമുക്ക് ഡിറൈവ് ദ ഫോർമുല ഫോർ ദ വോളിയം ഓഫ് ദി സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്ഫിയറിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന് ഫോർമുല അറിയാം. അത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നോക്കുക, ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ആർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെമി സർക്കിളിനെ നമ്മൾ എക്സ് ആക്സിസിനെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഫിയറാണ്. ആ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിനകത്ത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇനി സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, അതിൽ നിന്ന് വൈ സ്ക്വയർ കണ്ടുപിടിച്ച് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. വൈ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒരു സർക്കിളിന് ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈ പോസിറ്റീവ് ആവുന്നത് എവിടോട്ടാണ്? നമ്മുടെ മുകളിലത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്
ക്വാഡ്രൻറ്റിലേക്കാണ്. പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ് ഈ y ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ പോർഷനിൽ വരുന്ന സർക്കിളിൻ്റെ പാർട്ടിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മുകളിലത്തത് y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, താഴത്തെ y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പോസിറ്റീവ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എടുക്കുക. അതിൻ്റെ വോളിയം v ഈക്വൽ ടു ഇൻറ്റഗ്രൽ a ടു b പൈ ഇൻറ്റു ആർ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ ആണ് അതിൻ്റെ ലിമിറ്റ്, പൈ ഇൻറ്റു ഇനി y റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഇനി അതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് കൊടുക്കുന്നു. ലാസ്റ്റ് നമുക്ക് 4π r ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഫോർമുല അതിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ദ കേസ് വെൻ ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഈസ് നോട്ട് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് അല്ല ആക്സിസ് ഓഫ് റെവല്യൂഷൻ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വോളിയം ഓഫ് സോൾസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഇൻ ദി നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് നോട്ട് ദി എക്സ് ആക്സിസ് ബട്ട് ദി റൂൾ ഫോർ കാൽക്കുലേറ്റഡ് ദി വോളിയം ഈസ് ദ സെയിം. ഇൻ്റഗ്രേറ്റ് പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ബിറ്റ്വീൻ അപ്രോപ്രിയേറ്റ് ലിമിറ്റ്സ്. അപ്പോൾ ഏത് ആക്സിസിലായാലും നമ്മൾ സെയിം റൂൾ തന്നെയാണ് നമ്മൾ അവിടെ നേരത്തെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുന്നു, പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്കിളായിട്ട് കിട്ടുമ്പോൾ ഉള്ളതാണ്, പൈ ഇൻറ്റു ആർ ഓഫ് റേഡിയസിൻ്റെ സ്ക്വയർ എടുക്കുന്നു, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ലിമിറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൽ ഉള്ള വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. റെവല്യൂഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു 1. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോൾ ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് the region bounded by y equal to root x and the lines y equal to 1, x equal to 4 about the line y equal to 1. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y equal to root x എന്ന് പറയുന്നത് ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. അതായത് എങ്ങനെ കിട്ടും പരാബോളയെന്ന്? y equal to root x-നെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്താൽ y സ്ക്വയർ equal to x എന്ന് കിട്ടും. അപ്പോൾ പരാബോളയുടെ ഫോമായി. ഇപ്പോൾ y equal to root x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ y സ്ക്വയർ ഈക്വൽ ടു എക്സിനെ നമുക്ക് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ് എന്ന് അതിൽ നിന്ന് സോൾവ് ചെയ്താൽ കിട്ടും. y ഈക്വൽ ടു പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പരാബോളയുടെ പോർഷനും y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ താഴ്ഭാഗത്തേക്കുള്ള അതിൻ്റെ ലോവർ ആയിട്ടുള്ള ആ ഒരു ആർക്കാണ് y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് y ഈക്വൽ ടു റൂട്ട് എക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള പോർഷനിലെ കർവ് മുകളിലത്തെ പോർഷൻ മാത്രം മതി. അതാണ് അവിടെ വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ, റൂട്ട് എക്സ് y ഈക്വൽ ടു റൂട്ട് എക്സ് പരാബോള ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്, പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്, പാസിങ് ത്രൂ ദ പോയിൻറ്റ് y ഈക്വൽ ടു 1 ആണ്. 1 എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ഇനി എക്സ് ഈക്വൽ ടു 4ഉം ആൻഡ് ലൈൻ y ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 4 about the line y equal to 1. x equal to 4 നോക്കണം. പിന്നെ x equal to 4 കണ്ടല്ലോ, വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. ആ വെർട്ടിക്കൽ ലൈൻ 4ൻ്റെ മുകളിൽ കണ്ടില്ലേ, അതായത് നമ്മുടെ y equal to റൂട്ട് എക്സിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വന്നിട്ട് y equal to 1ൽ മുട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് വരച്ചിട്ടില്ല, നമുക്ക് അത്രയും പോർഷൻ മതി. പിന്നെ ഇത് കറങ്ങുന്നത് എബൌട്ട് ദ ലൈൻ y equal to 1 ആണ് കറങ്ങുന്നത്, എക്സ് ആക്സിസിലല്ല. y equal to 1 എന്ന് പറയുന്ന ലൈൻ കണ്ടല്ലോ അതിനകത്ത്, അതിന് ചുറ്റുമാണിത് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി ഡ്രോ ഫിഗേഴ്സ് ഷോയിങ് ദ റീജിയൻ. അപ്പോൾ ഇത് നോക്കൂ, നമുക്ക് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ y equal to 1 ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ്, അതായത് ഒരു പരാബോളോയിഡ് കിട്ടും. അതാണ് ആ ഫിഗർ ബിക്കകത്തിൽ കാണിച്ചിരിക്കുന്ന പരാബോളോയിഡാണത്. കണ്ടില്ലേ? We draw figures showing the region a typical radius and the generated solid. The volume is with r of x is equal to root x minus 1. V is equal to, അപ്പം v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 1 മുതൽ എക്സ് ഈക്വൽ ടു 4 വരെ, അത് തന്നെ 1 to 4 പൈ ഇൻറ്റു ആർ ഓഫ് എക്സിൻ്റെ സ്ക്വയർ, റേഡിയസിൻ്റെ പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4 പൈ ഇൻറ്റു റേഡിയസ് എന്താണ്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന, നമ്മളിതിനെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ റേഡിയസ് എങ്ങനെ വരും?
നമുക്ക് താഴെ മുതൽ, അതായത് എക്സ് ആക്സിസ് മുതൽ ആ കർവ് വരെയുള്ള വൈ ഡിസ്റ്റൻസ് ആണ് y ഈക്വൽ ടു റൂട്ട് എക്സ് അല്ലേ. എക്സ് ആക്സിസ് മുതൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് മുതൽ നമ്മുടെ പരാബോളയുടെ കർവ് വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്നും y ഈക്വൽ ടു 1 കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആ പരാബോളയുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ റീജൻ്റെ മാത്രം ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ. എക്സ് ആക്സിസ് മുതൽ നമ്മുടെ പരാബോളയുടെ കർവ് വരെയുള്ള ആ പോർഷനിൽ ഉള്ള ആ ഹൈറ്റാണ് y ഈക്വൽ ടു റൂട്ട് എക്സ്. ഓരോ പോയിന്റിൽ എക്സ് മാറുന്നതിനനുസരിച്ച് y ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ y ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് y ഈക്വൽ ടു 1, അതായത് റൂട്ട് എക്സ് മൈനസ് 1 ആണ് ആ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആർ ഓഫ് എക്സ് കണ്ടില്ലേ അവിടെ റൂട്ട് എക്സ് മൈനസ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം പൈ ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 4 സ്ക്വയർ ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് കൊടുക്കുമ്പോൾ 7π/6 എന്ന് കിട്ടും. അടുത്ത വോളിയം ഓഫ് സോൾഡ് റെവല്യൂഷൻ അബൌട്ട് ദ വൈ ആക്സിസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് അല്ലാത്ത ഒരു ആക്സിസിൻ്റെയാണ് നോക്കിയത്. അപ്പോൾ എക്സ് ആക്സിൻ്റെ പാരലൽ തന്നെയായിരുന്നു, അവിടെ ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റാണ് നമ്മൾ കൊടുത്തത്. ഇനി അടുത്തത് വൈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ളതാണ്. ഇവിടെയും സെയിം റൂൾ തന്നെയാണ്, പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയറിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ലിമിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. വൈ എവിടെ മുതൽ വൈ എവിടെ വരെ വേരി ചെയ്യുന്നു. ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ ദ റെവല്യൂഷൻ of area between the curve x equal to r of y, the y-axis and two abscissas at the points y equal to c and y equal to d is given by the formula v equal to integral c to d pi into radius into square dy equal to integral c to d pi into r of y the whole square dy. Example 9. Find the volume of the solid generated by revolving the region between the y-axis and the curve x equal to 2 by y, 1 less than equal to y less than equal to 4 about the y-axis. Volume of the solid generated by revolving the region between the y-axis and the curve. Okay, കർവ് എക്സ് ഈക്വൽ ടു 2/y എന്ന് പറയുന്ന കർവ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 2/y എന്ന് പറയുന്നത്. അതായത് എക്സ് ഈക്വൽ ടു 1/y 2/y എക്സ് ഈക്വൽ ടു 2/yയുടെ ഷേപ്പ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1/yയുടെ സെയിം ഷേപ്പ് തന്നെയാണ്. അത് ഒരിത്തിരി ഇങ്ങോട്ട് എന്താണ് ഒരു ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും ഈ ഗ്രാഫ് നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 1-2 പോയിൻറ്റ്സ് അതിൽ ഡ്രോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ y equal to 1/x അറിയാമെങ്കിൽ ഷേപ്പ് സെയിം തന്നെ ആയിരിക്കും, ഒരു ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ 1-2 പോയിൻറ്റ്സ് നമ്മൾ നോക്കിയാൽ മതി. അതായത് എക്സ് ഈക്വൽ ടു 2/y ആണെങ്കിൽ നമുക്ക് y ഈക്വൽ ടു 2 ആകുമ്പോൾ x 1 ആയിരിക്കും. എന്നാൽ വൈയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 2/2 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ അത് അങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 2/y ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y 1-നും 4-നും ഇടയിലാണ് y വാല്യൂസ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എബൌട്ട് ദ വൈ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 2/y 1 to 4 ഉണ്ട്. അത് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 1-ഉം വൈ ഈക്വൽ ടു 4-ഉം നമ്മൾ യോജിപ്പിച്ച് ആ കർവിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു റീജിയൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റീജിയൻ നമ്മളിങ്ങനെ വൈ ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോളാമ്പി പോലത്തെ ഒരു സോൾഡ് അവിടെ ഫോം ചെയ്യുന്നു. അതാണ് ആ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഉൾഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മുറിച്ച് വെച്ചേക്കുന്ന പോർഷൻ പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ 1 to 4 പൈ ഇൻറ്റു ആർ ഓഫ് y the whole square dy equal to integral 1 to 4 പൈ ഇൻറ്റു 2/y the whole square dy, since r of y is equal to 2/y equal to പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 4 4/y² dy equal to 4 പൈ 1/y²ൻ്റെത് -1/y 1 to 4 ലിമിറ്റ് കൊടുക്കുന്നു. 4 പൈ ഇൻറ്റു 3/4 equal to 3 പൈ എന്ന് ആൻസർ കിട്ടും. അടുത്തത് എക്സാമ്പിൾ 10. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദി റീജിയൻ ബിറ്റ്വീൻ ദ പരാബോള എക്സ് ഈക്വൽ ടു y² + 1 ആൻഡ് ദ ലൈൻ എക്സ് ഈക്വൽ ടു 3 അബൌട്ട് ദി ലൈൻ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബിറ്റ്വീൻ ദ പരാബോള എക്സ് ഈക്വൽ ടു y² + 1 and the line x equal to 3 about the line x equal to 3. We draw figures showing the
region, a typical radius and the generator solid. Figure 6 എന്ന് പറയുന്നത് ശരിയല്ല, അത് നിങ്ങൾ ഒന്ന് വരച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഫൈൻഡ് ദ വോളിയം ഇൻ ദ സോളിഡ് ജനറേറ്റർ വോളിയം ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ ഒരു പരാബോള y=y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്വേർഡായിട്ടിരിക്കുന്ന പരാബോളയാണ്, മുകളിലേക്കിരിക്കുന്ന പരാബോള. അത് x0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y0 ആകുമ്പോൾ x=1 ആണ്. y0 ആകുമ്പോൾ അതായത് ഒറിജിനിൽ നേരെ, അതായത് ഈ പരാബോള എന്ന് പറയുന്നത് അപ്വേർഡായിട്ടുള്ള പരാബോളയാണ്. ഇത് y എന്ന് പറയുന്നത് നമ്മൾക്ക് 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഈ അപ്വേർഡായിട്ടുള്ള പരാബോള ഇരിക്കുന്നത് എക്സ് ആക്സിസിൽ ഒരു 1 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അപ്വേർഡായിട്ടുള്ള പരാബോള ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ x=3 എന്ന് പറയുന്ന ലൈനും വരയ്ക്കുക. എബൌട്ട് ദ ലൈൻ x=3 ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുക. Example 11. Find the volume of the solid formed by the revolution about the main axis of an ellipse with axis 2a and 2b. Okay, volume of the solid. ഇപ്പം എലിപ്സോയിഡ് ആണ് ഫോം ചെയ്യുന്ന ആ സോളിഡിൻ്റെ പേര്. നമ്മൾ ഈ കോഴിമുട്ട പോലിരിക്കും ഈ എലിപ്സ്, ഇങ്ങനെ എൻ്റെ ആ ഏരിയ ഷെയ്ഡഡ് റീജിയൻ കണ്ടില്ലേ, ആ ഒരു റീജിയൻ നമ്മൾ എക്സാക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷനാണ് x²/a²+y²b²=1 എന്ന് പറയുന്നത്. സിൻസ് a > b ആണ്. അപ്പോൾ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിലൂടെയാണ്. ഹെൻസ് ദ റിക്വയർഡ് വോളിയം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ റെവല്യൂഷൻ അബൌട്ട് ദി y ആക്സിസ് ഓഫ് the area enclosed by the portion of the ellipse and the y-axis. Okay. Since the ellipse is symmetrical about the axis, the required volume is twice that of the volume obtained by revolving the part of the ellipse in the first quadrant about the y-axis. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വരച്ചിട്ട് എല്ലാ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 4 പോയിൻറ്റുകളുണ്ട്, ഷെയ്ഡഡ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെവല്യൂഷൻ എബൌട്ട് ദി മൈനർ ആക്സിസ് ആണ്. അപ്പോൾ ഇത് മൈനർ ആക്സിസ് y ആക്സിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. y ആക്സിലൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഉള്ള വോളിയം തന്നെ, വോളിയം എനിവേ അത് സെയിം ആയിരിക്കും. ഇത് സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ മാത്രം എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് വോളിയം കണ്ടുപിടിച്ചിട്ട് ഡബിൾ ചെയ്താൽ മതി. അപ്പോൾ മുകളിലത്തെ പോർഷനിലുള്ളതിൻ്റെയും താഴത്തേൻ്റെയും കിട്ടിക്കോളൂ. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് 0 to b ആണ്. നമ്മുടെ അപ്പർ ഹാഫ് പ്ലെയിനിലുള്ളത് 0 to b ആണ്. ലിമിറ്റ് 2 times π ഇൻ്റഗ്രൽ c to d x² dy എന്ന് പറയുന്നതാണ് ഫോർമുല. ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ a² ഇൻ്റഗ്രൽ 0 to b b² - a² dy. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x²/a²+y²/b²=1 നിങ്ങൾ x²/a² കണ്ടുപിടിച്ചാൽ കൂടുള്ളത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പം 1 - y²/b² എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ b² - y²/b² എന്ന് കിട്ടും. ഇതിന് x² കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ x² = a²/b² b² - y² എന്ന് കിട്ടും. അതവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻസർ കിട്ടും.